നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ യുവൻറ്റസിലെ സമയത്ത് നിങ്ങൾ എങ്ങനെ വിലയിരുത്തും? പലരും അതുവരെ കപ്പടിച്ചുകൊണ്ടിരുന്ന യുവൻറ്റസിന് പിന്നീട് കിരീടങ്ങൾ കിട്ടാത്ത ഒരവസ്ഥയുണ്ടായി എന്നൊക്കെ വിമർശിക്കാറുണ്ട്. എന്നാൽ ഇപ്പോൾ ലിയനാർഡോ ബൊനൂച്ചി പറയുന്നു ക്രിസ്ത്യാനോയെ കൊണ്ടുവന്നത് കൃത്യമായൊരു ലക്ഷ്യത്തിലായിരുന്നു. അത് യുവേഫ ചാമ്പ്യൻസ് ലീഗിലെ കിരീടം ചൂടുക എന്ന ലക്ഷ്യമായിരുന്നു. പക്ഷേ അത് സംഭവിച്ചില്ല. അതിന് കുറച്ച് കാരണങ്ങളുണ്ട് എന്നാണ് അദ്ദേഹം ഇപ്പോൾ വെളിപ്പെടുത്തുന്നത്. ബൊനൂച്ചിയുടെ വാക്കുകളിലേക്ക് പോവുകയാണ്. ക്രിസ്ത്യാനോയുടെ വരവ് അതുകൊണ്ട് ഉദ്ദേശിച്ചത് ഓൾറെഡി സ്ട്രോങ് ആയ യുവൻറ്റസ് ടീമിനെ ഒന്നുകൂടി ഇമ്പ്രൂവ് ചെയ്യുക എന്നുള്ളതായിരുന്നു. ഗോൾ വളരെ ക്ലിയർ ആയിരുന്നു, ചാമ്പ്യൻസ് ലീഗ് വിജയിക്കുക. പക്ഷേ അത് നേടാൻ കഴിഞ്ഞില്ല. ആ വർഷം CR7 എത്തിയ വർഷം കുറേ സ്ട്രെയിഞ്ച് ഡൈനാമിക്സ് ഉയർന്നു വരികയുണ്ടായി. അലഗ്രി അദ്ദേഹത്തിൻ്റെ സൈക്കിളിൻ്റെ അവസാന ഘട്ടത്തിലായിരുന്നു. പിന്നെ കോവിഡ് വന്നു. സാറി ടീമിനെ മറ്റൊരു രൂപത്തിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിച്ചു. ടീമിലുണ്ടായിരുന്ന ചാമ്പ്യൻസിനെ എങ്ങനെ മാനേജ് ചെയ്യണം എന്നുള്ളതും പ്രധാനപ്പെട്ട കാര്യമായിരുന്നു. CR7 എപ്പോഴും ലോക്കൽ റൂമിൽ എനർജി കൊടുക്കുന്നൊരു എലമെൻ്റ് ആയിരുന്നു. പക്ഷേ സാറിയുടെ സമയത്ത് പല ഘട്ടങ്ങളിലും ക്രിസ്ത്യാനോ റൊണാൾഡോ ഒരു ഇൻഡിവിജ്വൽ പ്ലെയർ എന്ന രൂപത്തിലാണ് കളിച്ചത്, ഒരു ടീം പ്ലെയർ എന്ന രൂപത്തിലായിരുന്നില്ല എന്ന് പറയേണ്ടി വരും. അദ്ദേഹത്തിന് ഫ്രീലി കളിക്കണമായിരുന്നു. പക്ഷേ സാറി അദ്ദേഹത്തിന് മേൽ ചില ലിമിറ്റുകൾ വെച്ചു. സാറി വന്നത് ഒരു റോങ് ടൈമിലാണെന്ന് ഞാൻ പറയും. പലരും പറയാറുണ്ട് യുവൻറ്റസ് സ്റ്റൈൽ മാനേജറല്ല മൗറിസിയോ സാറി എന്ന്. പക്ഷേ ഞാൻ അങ്ങനെ ചിന്തിക്കുന്നില്ല. ഇപ്പോൾ നിങ്ങളുടെ ടീമിൽ ഹിഗ്വായിന്, ഡിബാല, ഡഗ്ലസ് കോസ്റ്റ ഇങ്ങനെയുള്ള താരങ്ങൾ ഒരുമിച്ചുണ്ടാകുമ്പോൾ ആരെയൊക്കെ നിങ്ങൾ കളിപ്പിക്കും? അപ്പം ആ സ്ക്വാഡിനെ മാനേജ് ചെയ്യുക എന്നുള്ളത് വളരെ ഒരു ഫിനോമിനനായിട്ടുള്ളൊരു പെർഫോമൻസാണ്. സോ അതത്ര എളുപ്പമുള്ള കാര്യമായിരുന്നില്ല എന്നുകൂടി ഇപ്പോൾ ലിയനാർഡോ ബൊനൂച്ചി പറഞ്ഞു. ചുരുക്കത്തിൽ ആ ഘട്ടത്തിൽ CR7 ഒരു ടീം പ്ലെയർ എന്നതിലുപരി ഒരു ഇൻഡിവിജ്വൽ പ്ലെയർ എന്ന രൂപത്തിലേക്ക് മാറി. അങ്ങനെയൊക്കെ ആ സമയത്ത് ഒരുപാട് സ്ട്രെയിഞ്ച് ആയിട്ടുള്ള കാര്യങ്ങൾ ഒരുപോലെ സംഭവിച്ചപ്പോൾ യുവൻറ്റസിന് അവരുടെ ലക്ഷ്യത്തിലേക്ക് പോകാൻ കഴിഞ്ഞില്ല എന്നാണ് ബൊനൂച്ചി പറയുന്നത്. എന്തായാലും യുവൻറ്റസ് പോയിട്ടും CR7 100 ഗോൾ അടിച്ചിട്ടുണ്ട്. പക്ഷേ അതുവരെ അവർ സിരിയയിൽ ചാമ്പ്യന്മാർ തന്നെയായിരുന്നു. ബട്ട് അവരുടെ ലക്ഷ്യം യുവേഫ ചാമ്പ്യൻസ് ലീഗ് ആയിരുന്നു. അത് നേടാൻ സാധിച്ചില്ല. ആ അർത്ഥത്തിൽ ആ ഒരു ട്രാൻസ്ഫർ ഫെയിലിയർ ആണ് എന്ന് പലരും വിലയിരുത്തുന്നു. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.